പ്രോജക്റ്റ് നെയിം വരുന്നത് എന്താ, നൈക്ക്. വേണമെങ്കിൽ ഷൂസ് എന്നും കൂടെ കൊടുക്കാം, ഷൂസ്. പ്രോഡക്റ്റ് നെയിം എന്താണ്, ഇത്. ഡോട്ട് നമ്മൾ ബാക്കെൻഡ് മാത്രം ചെയ്യുന്നതുകൊണ്ട് വേണമെങ്കിൽ API എന്നും കൂടെ കൊടുക്കാം. ഇനി എന്താണ് അടുത്ത, നമ്മൾ മോഡൽസ് ക്രിയേറ്റ് ചെയ്യണം. മോഡൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ മോഡൽസ് ഉണ്ടാവും? മോഡൽസ് ഫോൾഡറിനുള്ളിൽ നമ്മൾ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണോ, പ്രോഡക്ട്സിൻ്റെ ഏതൊക്കെയാണോ മോഡൽസ് ഉള്ളത്, മോഡൽസ് എന്ന് വെച്ചാൽ എന്താണ്, ക്ലാസ്. ഏതൊക്കെ ക്ലാസ്സസ് ആണോ ഉള്ളത് ആ ക്ലാസ്സസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാം? ഷൂസ് അല്ലേ. ഷൂസിന് വേണ്ടിയിട്ട് product.cs എന്നുള്ളൊരു ക്ലാസ്സും പിന്നെ category.cs ഈ രണ്ട് പ്രോഡക്റ്റ് നമുക്കിപ്പം ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് രണ്ടാമത്, ക്രിയേറ്റ് മോഡൽസ്. ഡേറ്റാസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഇതും ഫോൾഡറാണ്, ഇതും ഒരു ഫോൾഡറാണ്. ഡേറ്റ ഫോൾഡറിനുള്ളിൽ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഒരു ആപ്ലിക്കേഷൻ DB context.cs. ഇത് നമ്മുടെ എന്താ ഡിഫോൾട്ട് നെയിമാണ്, ആപ്ലിക്കേഷൻ DB context.cs. ഇതിനുള്ളിലാണ് നമ്മൾ ഡേറ്റാബേസിലേക്ക് ആഡ് ചെയ്യുന്ന എല്ലാ ഡേറ്റാസും വരുന്നത്. അടുത്തിന് എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യണം. ഇൻ്റർഫേസിൽ എന്തൊക്കെയാണ് വരുന്നത്? പ്രോഡക്റ്റ് repository.cs. ഇത് നാലാമത്തെ. അടുത്ത എന്താണ്? അടുത്ത റെപ്പോസിറ്ററി. വരും ഇതിൻ്റെ റെപ്പോസിറ്ററിയാണ്. അപ്പം ആ സെയിം തന്നെ കൊടുക്കണം, പ്രോഡക്റ്റ് repository.cs. ഇത് അഞ്ചാമത്തത്. ഇത്രയാണ് നമുക്ക് നമ്മുടെ പ്രോജക്റ്റിൽ ഒരു സിമ്പിൾ പ്രോജക്റ്റ് ചെയ്യുന്നതിന് മെയിനായിട്ട് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇത്. നമ്മുടെ പ്രോഡക്ട്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതാം. പ്രോഡക്റ്റിൽ എന്തൊക്കെയായിരിക്കും വരുന്നത്? നമുക്ക് പ്രോഡക്റ്റ് ID ഉണ്ടല്ലേ, പ്രോഡക്റ്റ് ID വരും, പ്രോഡക്റ്റ് നെയിം എഴുതാം, പിന്നെ എന്തൊക്കെ വരും? പ്രോഡക്റ്റ് പ്രൈസ് വരും, ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ എഴുതാം. നമുക്കിപ്പം മെയിനായിട്ട് വേണ്ടത് അവൈലബിൾ ആണോ, ഈസ് അവൈലബിൾ എഴുതാം. പിന്നെ എന്തെഴുതാം? പ്രോഡക്റ്റ് ഡേറ്റ് എഴുതാം അല്ലേ. ഇതിത്രയാണ് നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടത്, product.classന് വേണ്ടത്. അപ്പോൾ പ്രോഡക്റ്റ് ID എന്താണ്? ഇൻ്റ് ആണ്. പ്രോഡക്റ്റ് നെയിം എന്താണ്? സ്ട്രിങ് ആണ്. പ്രൈസ് എന്താണ്? ഡെസിമൽ ആണ്. ഓക്കെ. ഈസ് അവൈലബിൾ ബോളാണ്. ഡേറ്റ് എന്താണ്? ഡേറ്റ് ടൈമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റിന് ഇതിത്രയാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കാറ്റഗറിക്ക് എന്തായിരിക്കും വരുന്നത്? category.cs എന്തായിരിക്കും വരുന്നത്? കാറ്റഗറി ID വരും. പിന്നെ എന്താ വരുന്നത്? കാറ്റഗറി, ഇവിടെ ഇതില്ല കേട്ടോ, നെയിം വരും. ഇത് രണ്ടെണ്ണമായിരിക്കും, കാറ്റഗറി ഐഡിയും കാറ്റഗറി നെയിം. ഇതെന്തായിരിക്കും? ഇൻ്റ് ആണ്. കാറ്റഗറി നെയിം സ്ട്രിങ് ആണ്. ഇപ്പം കിട്ടിയില്ലേ? product.cs ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം, കാറ്റഗറി ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ബേസിക് ആയിട്ട് ഇപ്പം ഇതിൽ കൂടുതൽ വരും. ഒരു പ്രൊഡക്റ്റിന് തന്നെ ഡിസ്ക്രിപ്ഷൻ വരും, പിന്നെ ഇമേജ് വരും, അതുപോലെ കുറേ ക്വാണ്ടിറ്റി വരും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. നമ്മളിപ്പം ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കിപ്പം തൽക്കാലം ഈ 5 എണ്ണം മതി. കാറ്റഗറിക്ക് കാറ്റഗറി ഐഡിയും കാറ്റഗറി നെയിം ഇതായിരിക്കും. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നമുക്കൊരു പ്രോഡക്റ്റ് ചെയ്യാം. മോഡൽസിനുള്ളിൽ product.cs ആണല്ലേ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നെയിം സ്പേസ്
നവോറിഷ്. ഓക്കെ, നെയിം സ്പേസ് എന്താണ്, പ്രോജക്റ്റിൻ്റെ പേര് എന്തായിരുന്നു, നൈക്ക് ഷൂസ്, NIKESHOES.API. പിന്നെ എന്താ വേണ്ടത്, ഈ നെയിം സ്പേസിനുള്ളിൽ വരേണ്ട എന്താ, product.cs. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റിന് എന്തറിയണം, ഈ ഫോൾഡറിനുള്ളിലാണ്, മോഡൽസ് ഫോൾഡറിനുള്ളിലാണ് പ്രോഡക്റ്റ് ക്ലാസ് വരുന്നതെന്ന് അറിയണം. അതിനാണ് ഈ നെയിം സ്പേസ് കൊടുക്കുന്നത്. nikeshoes.api.models. അപ്പോൾ മോഡൽസിനുള്ളിൽ വരുന്ന എല്ലാ ക്ലാസ്സസും, ഓക്കെ, മോഡൽസിനുള്ളിൽ വരുന്ന ക്ലാസ്സസാണ്. അടുത്തത് എന്താ വേണ്ടത്, ഈ ക്ലാസ് ഏത് ക്ലാസ്സാണോ മോഡൽസിനുള്ളിൽ വരുന്നത് ആ ക്ലാസ് എഴുതണം. പബ്ലിക് ക്ലാസ് പ്രോഡക്റ്റ്. ഓക്കെ, ഇനി ഇവിടുത്തെ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഫസ്റ്റ് വരുന്ന ഏതാണ്, പബ്ലിക് ID ആണ് അല്ലേ. അപ്പം എന്ത് എഴുതണം, പബ്ലിക് ഇൻറ്റ് എന്തെഴുതാം, പ്രോഡക്റ്റ് ID. ഓക്കെ, പബ്ലിക് ഇൻറ്റ് പ്രോഡക്റ്റ് ID നമ്മൾ എഴുതി. അടുത്ത് എന്താ വേണ്ടത്, പബ്ലിക് ഇൻറ്റ് പ്രോഡക്റ്റ് ID എഴുതി. എന്നിട്ട് എന്താ, ഗെറ്റ്, അത് കിട്ടുകയും വേണം കൊടുക്കുകയും വേണം. അതാണ് ഗെറ്റ് സെറ്റ് വരുന്നത്. അടുത്ത എന്താണ്, പ്രോഡക്റ്റ് നെയിം, പബ്ലിക് സ്ട്രിങ് പ്രോഡക്റ്റ് നെയിം, അതും ഗെറ്റ് സെറ്റ്. അടുത്ത എന്താണ്, പ്രൈസ് ഡെസിമലാണ്. അപ്പം പബ്ലിക് ഡെസിമൽ പ്രൈസ് ഗെറ്റ് സെറ്റ്. അടുത്ത എന്താണ് വരുന്നത്, ഈസ് അവൈലബിൾ എന്താണ്, ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അതുകൊണ്ടാണ് ബൂൾ കൊടുക്കുന്നത്. പബ്ലിക് ബൂൾ ഈസ് അവൈലബിൾ ഗെറ്റ് സെറ്റ്. ഇതൊക്കെ സ്മോൾ ലെറ്റർ ആണ്. അടുത്തത് എന്താ, ഡേറ്റ് അല്ലേ, പബ്ലിക്. അപ്പോൾ ഡേറ്റ് ടൈമാണ് ഡേറ്റ ടൈപ്പ് വരുന്നത്. ഡേറ്റ് ടൈം ഡേറ്റ് ഗെറ്റ് സെറ്റ്. അപ്പം നമ്മുടെ എന്താണ്, ഒരു പ്രോഡക്റ്റ് ക്ലാസ്സിൽ വേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അല്ലേ. എന്താ, പ്രോഡക്റ്റ് ID, പ്രോഡക്റ്റ് നെയിം, പ്രൈസ്, ഈസ് അവൈലബിൾ, ഡേറ്റ്, എല്ലാ പ്രോപ്പർട്ടീസും വന്നിട്ടുണ്ട്. ഇതാണ് ഡേറ്റ ടൈപ്പ്, ഇത് പ്രോപ്പർട്ടീസ്. ഇനി എന്താ വേണ്ടത് പിന്നെ ചെയ്യാം. അടുത്തത് ഇനി ഇതിൻ്റെ ബാലൻസ് ഉണ്ട്. നമുക്ക് കാറ്റഗറി ടേബിളോട് ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് നമുക്ക് ചെയ്യാം. കോഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പം നമ്മൾ എന്താണ്, പ്രോഡക്റ്റ് ക്ലാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മോഡൽസ് ഫോൾഡറിനുള്ളിൽ category.cs ചെയ്യണം, ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ പ്രോഡക്റ്റ് ചെയ്ത പോലെ തന്നെ നെയിം സ്പേസ് നൈക്കി ഷൂസ്, ഫോൾഡർ നെയിം പ്രോജക്റ്റ് നെയിം ഡോട്ട് നമ്മുടെ മോഡൽസ് ആണ്. മോഡൽസിനുള്ളിലെ കാറ്റഗറി ക്ലാസ്സിലേ ചെയ്യുന്നത്. അപ്പം മോഡൽസിന് എടുക്കണം. നൈക്കി ഷൂസ് .api.models പബ്ലിക് ക്ലാസ് കാറ്റഗറി, ക്ലാസ് നെയിം കൊടുക്കണം. എന്നിട്ട് എന്താണ് നമ്മുടെ വരുന്ന, എന്താണ് കാറ്റഗറി ക്ലാസ്സിൽ വരുന്നത് എന്തൊക്കെയാണ്, ഏതൊക്കെ ഫീൽഡായിരിക്കും വരുന്നത്, കാറ്റഗറി ഐഡിയും കാറ്റഗറി ഐഡിയും വേണം, കാറ്റഗറി നെയിം. അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പബ്ലിക് ഇൻറ്റ് കാറ്റഗറി ID ഗെറ്റ് സെറ്റ്, പബ്ലിക് സ്ട്രിങ് കാറ്റഗറി നെയിം ഗെറ്റ് സെറ്റ്. ഇനി നമുക്ക് വീണ്ടും പ്രോഡക്റ്റിലേക്ക് പോകാം. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ ഓൾറെഡി ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആവശ്യമുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇനി നമ്മുടെ ഈ പ്രോഡക്റ്റും കാറ്റഗറി ആയിട്ട് കണക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ എങ്ങനെയാണ് കാറ്റഗറി ആയിട്ട് കണക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ, ഫോറിൻ കീയും പ്രൈമറി കീയും. അപ്പം ഈ ടേബിളിൻ്റെ ഫോറിൻ കീ വരുന്നത്, പ്രോഡക്റ്റ് ടേബിളിൻ്റെ പ്രൈമറി കീ വരുന്നത് പ്രോഡക്റ്റ് ID ആയിരിക്കും. അതുപോലെ കാറ്റഗറിയുടെ പ്രൈമറി കീ വരുന്നത് കാറ്റഗറി ID ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ ഫോറിൻ കീ എന്ന് വെച്ചാൽ ഈ ടേബിളിലെ ID ആയിട്ട്
വേറൊരു ടേബിളുമായിട്ട് നമ്മൾ എന്തിന് വേറൊരു ടേബിളിലെ പ്രൈമറി കീ ആയിട്ട് ലിങ്ക് ചെയ്യണം. അതെങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്? പബ്ലിക് ഇൻറ്റ് ഏത് പ്രൈമറി കീ ആണ്, ഏത് ടേബിളിൻ്റെ പ്രൈമറി കീ ആണ്? പബ്ലിക് ഇൻറ്റ് കാറ്റഗറി ഐ ഡി ആയിട്ടാണ് പ്രൈമറി കീ വരുന്നത്. പബ്ലിക് ഇൻറ്റ് കാറ്റഗറി ഐ ഡി, പബ്ലിക് ഇൻറ്റ് കാറ്റഗറി ഐ ഡി ഗെറ്റ് സെറ്റ്. ഇതാണ് ഫോറിൻ കീ. ഇതാണ് നമ്മുടെ ഫോറിൻ കീ. അടുത്തന്നെ എന്താണ്? ഇനി ലിങ്ക് ചെയ്തു. ഇനി എന്താണ് എന്ന് വെച്ചാൽ ഈ ഐ ഡി നമ്മുടെ ടേബിളിൽ സ്റ്റോർ ചെയ്തിട്ടേ ഉള്ളൂ. ഇനി എന്താ വേണ്ടത്? ഇനി ആ ഫുൾ കാറ്റഗറി ഒബ്ജക്ട്സ് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരെണ്ണം കൂടെ ആഡ് ചെയ്യണം. പബ്ലിക് കാറ്റഗറി ഇതാണ് നാവിഗേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതിനെയാണ് നാവിഗേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്നിട്ട് 2 കേർലി ബ്രാക്കറ്റും ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ എന്തായി? പ്രൊഡക്റ്റ് ക്ലാസ് കംപ്ലീറ്റ് ആയി. ഇനി എന്താ? നമ്മുടെ പ്രൊഡക്റ്റ് കഴിഞ്ഞ് ഇനി കാറ്റഗറി നമ്മൾ എന്ത് എഴുതണം? ഇനി അത് ഞാൻ കാണിച്ചു തരാം. പബ്ലിക് ഐ കളക്ഷൻ, ഇതൊക്കെ ജനറിക്സിൽ വരുന്നതാണ്. പ്രോഡക്ട്സ്, ടേബിൾ നെയിം പ്രോഡക്റ്റ്, ക്ലാസ് നെയിം പ്രോഡക്റ്റ്, അതായത് പ്രോഡക്ട്സ് ഗെറ്റ് സെറ്റ്. കളക്ഷൻ ഓഫ് ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈ കളക്ഷൻ ഓഫ് ലിസ്റ്റിൽ എന്തൊക്കെ വരാം? കളക്ഷൻ ഓഫ് ലിസ്റ്റിൽ മേ ബി കളക്ഷൻ ഓഫ് ലിസ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ലിസ്റ്റ് നമുക്ക് എന്ത് വേണോ ആവാം. ഇൻറ്റ് ആവാം, സ്ട്രിങ് ആവാം. അപ്പം ഡേറ്റ ടൈപ്പ് സ്ട്രിങ് ആയിരിക്കും, ഡേറ്റ ടൈപ്പ് ഇൻറ്റ് ആയിരിക്കും. അപ്പം നമുക്ക് കൊടുത്തിട്ടുള്ളത് പ്രോഡക്റ്റാണ്. അപ്പം ഐ കളക്ഷൻ ഓഫ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഐ കളക്ഷൻ ഓഫ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ഹോൾഡ് മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് ഒബ്ജക്ട്സ്. മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് ഒബ്ജക്ട്സ് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഈ പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? അത് പ്രോപ്പർട്ടി നെയിമാണ്. ഇനി എന്താ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഡേറ്റ ഫോൾഡറാണ്. ആപ്ലിക്കേഷൻ db context.cs. നെക്സ്റ്റ് യൂസിങ് മൈക്രോസോഫ്റ്റ് .entity framework core. നമ്മുടെ ഇതിൻ്റെ പേര്, നമ്മുടെ പ്രോഡക്റ്റ് ക്ലാസ് ചെയ്തത് നമ്മൾ ഇങ്ങോട്ടേക്ക് കോൾ ചെയ്യണം. അപ്പം എന്താണ്? നൈക്കി ഷൂസ്, അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. .api ഏതാണ്? മോഡൽസുമായിട്ട് ലിങ്കായി. നെയിം സ്പേസ് നൈക്ക് ഷൂസ് .api ഇനി ഏതാണ് നമ്മൾ ചെയ്യേണ്ടത്? ഡേറ്റ. ഇനി പബ്ലിക് ആപ്ലിക്കേഷൻ ക്ലാസ് നെയിം എന്താ? ആപ്ലിക്കേഷൻ db context. ഇതെന്താണെന്ന് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പ്രോഡക്ട്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തു, ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇത് എവിടെ വേണം നമ്മൾ സ്റ്റോർ ചെയ്യാൻ? ഡേറ്റാബേസിനുള്ളിൽ അല്ലേ? അപ്പം നമ്മൾ എങ്ങനെയാണ് ഡേറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? യൂസിങ് ആപ്ലിക്കേഷൻ db context ആണ് നമ്മൾ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ db context ആണ് എന്താണ്? ബ്രിഡ്ജ് ബിറ്റ്വീൻ ASP.NET Core ആപ്ലിക്കേഷനും SQL സെർവർ. അപ്പം പബ്ലിക് ക്ലാസ് ആപ്ലിക്കേഷൻ db context ഇതാണ് നമ്മൾ db context നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ്. കാരണം എന്താണ്? db context നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നതിന് കാരണം db contextന് ഓൾറെഡി അറിയാം എങ്ങനെയാണ് ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യേണ്ടതെന്ന്. എങ്ങനെ? ബൈ ഇൻഹെറിറ്റിംഗ് ഇറ്റ്. ആപ്ലിക്കേഷൻ db contextൽ നിന്ന് എല്ലാ ഫീച്ചേഴ്സും ഇൻഹെറിറ്റ് ചെയ്യണം.
അപ്പം അതിനാണ് DB context. ബിക്കോസ് DB context ഓൾറെഡി നോസ് ഹൗ ടു കണക്ട് ടു ദ ഡേറ്റാബേസ്. ഡേറ്റാബേസിലോട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് DB contextന് അറിയാം. ബൈ ഇൻഹെറിറ്റിംഗ് ആപ്ലിക്കേഷൻ DB context ഗെറ്റ്സ് ഓൾ ദോസ് ഫീച്ചേഴ്സ്. അതാണ് ആപ്ലിക്കേഷൻ DB context. Context options application DB context options these options ഇങ്ങനെയായിരിക്കും വരുന്നത്. പബ്ലിക് ആപ്ലിക്കേഷൻ DB കോണ്ടെക്സ്റ്റ് ഓപ്ഷൻസ്, ഇത് ഒറ്റ ലൈനിൽ വരുന്നതാണ്. ആപ്ലിക്കേഷൻ DB കോണ്ടെക്സ്റ്റ് ഓപ്ഷൻസ്, അത് കഴിഞ്ഞിട്ട് ബേസ് ഓപ്ഷൻസ്. ഇല്ലെന്ന് വെച്ചാൽ ഇതാണ് ഒരു കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ടെൽസ് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് വിച്ച് ഡേറ്റാബേസ് കണക്ട്, ഏത് ഡേറ്റാബേസിലേക്കാണ് കണക്ട് ചെയ്യേണ്ടതെന്നത് പറഞ്ഞു കൊടുക്കും. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യും. അപ്പോൾ എന്താണ് ഈ DB കോണ്ടെക്സ്റ്റ് ഓപ്ഷൻസ്, ആപ്ലിക്കേഷൻ DB കോണ്ടെക്സ്റ്റ് ഓപ്ഷൻസ്? ഇതെന്ന് വെച്ചാൽ സെറ്റിങ്സ്, നമ്മുടെ പ്രോജക്റ്റിൽ വരുന്ന സെറ്റിങ്സ് കോൺഫിഗറേഷൻസ് ആണ്. ഇതാണ് നമ്മുടെ എൻറ്റിറ്റി ഫ്രെയിംവർക്കിനകത്ത് പറയുന്നത്. ഏത് ഡേറ്റാബേസുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്, ഏത് കണക്ഷൻ സ്ട്രിങ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഏത് പ്രൊവൈഡറാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ വരുന്നതാണ് ഇത്. പിന്നെ ഈ ഓപ്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻസിൽ ഇതൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാവും. ഈ ഓപ്ഷൻസ് പറയുന്നതും ഏത് ഡേറ്റാബേസ് കണക്ഷൻ സ്ട്രിങ് ആണ് യൂസ് ചെയ്യുന്നത്, ഡേറ്റാബേസ് കണക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ ബേസ് ഓപ്ഷൻസ് വരുന്നത് പാരന്റ് ക്ലാസിൻ്റെ ഒരു കൺസ്ട്രക്ടറാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പതിയെ മനസ്സിലായിക്കോളും. ഇനി അടുത്തത് ഇത് രണ്ടും എന്താണ്? പബ്ലിക് DB സെറ്റ്, പ്രൊഡക്ട്സ് ഗെറ്റ് സെറ്റ്, പബ്ലിക് DB സെറ്റ്, കാറ്റഗറീസ് ഗെറ്റ് സെറ്റ്. DB സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? DB സെറ്റ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ഡേറ്റാബേസ് ആണ്, വാട്ട് ഈസ് എ ഡേറ്റാബേസ് ടേബിൾ ഫോർ പ്രൊഡക്ട്സ് കോൾഡ്. ഈ പ്രൊഡക്ട്സ് ടേബിളിലെ ഡേറ്റാബേസിൻ്റെ പേര് എന്താണ് എന്നുള്ളതാണ്. DB സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? റെപ്രസെൻറ്റ് പ്രൊഡക്ട്സ് ടേബിൾ ഇൻ ദ ഡേറ്റാബേസ്. അപ്പോൾ നമ്മൾ ഡേറ്റാബേസിൽ എന്ത് ക്രിയേറ്റ് ആവും? പ്രൊഡക്ട്സ്. ഇത് കൊടുക്കുമ്പം പബ്ലിക് DB സെറ്റ് പ്രോഡക്ട്സ് ഗെറ്റ് സെറ്റ് എന്ന് കൊടുക്കുമ്പോൾ എന്താ? പ്രോഡക്ട്സ് എന്ന് പറയുന്നൊരു ടേബിൾ നമ്മളെ ഡേറ്റാബേസിൽ ക്രിയേറ്റ് ആവും. ഇതെന്താണ്? ക്ലാസ് ആണ്. ഇത് നമ്മുടെ ടേബിളാണ്. കാറ്റഗറി അതുപോലെ തന്നെ നമ്മൾ ആദ്യം ആഡ് ചെയ്ത 2 ക്ലാസ്സസും നമ്മളെ ടേബിളിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പബ്ലിക് DB സെറ്റ് കാറ്റഗറീസ് എന്നുള്ള ടേബിൾ നമ്മൾ ഡേറ്റാബേസിലേക്ക് ആഡ് ചെയ്യണം. അതാണ് DB സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിൽ നമ്മൾ പ്രോഡക്റ്റ് റെപ്പോസിറ്ററി എന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ ഇൻ്റർഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ വാട്ട് ക്ലാസ് ഷുഡ് ഡു, ഒരു ക്ലാസ്സിന് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. പ്രോഡക്റ്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എല്ലാം ഗെറ്റ് ഓൾ നമുക്ക് എല്ലാ പ്രൊഡക്റ്റും ലിസ്റ്റ് ചെയ്യാൻ പറ്റണം അല്ലേ? പിന്നെ ഓരോ പ്രോഡക്റ്റ് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റണം. ഗെറ്റ് ബൈ ID വെച്ചിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ എന്ത് ചെയ്യണം? പുതിയൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റണം, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം, എഡിറ്റ് ചെയ്യാൻ പറ്റണം, പിന്നെ എന്ത് ചെയ്യാൻ പറ്റണം? ഡിലീറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം അതാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. റൂൾസ് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? നമുക്ക് എല്ലാ പ്രോഡക്ട്സും ലിസ്റ്റ് ചെയ്യാൻ പറ്റണം, ഓരോ പ്രോഡക്റ്റ്സായിട്ട് കാണാൻ പറ്റണം, പുതിയൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റണം, പുതിയൊരു പ്രോഡക്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റണം, പുതിയൊരു പ്രോഡക്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റണം, ഒരു പ്രോഡക്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റണം. ഇതിൻ്റെ ID കൊടുക്കണം. അപ്പോൾ എന്താണ്? ID ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അടുത്തത് void add പ്രോഡക്റ്റ് നമ്മളൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഒരു റൂൾസ് കൊടുക്കുകയാണ്. വോയിഡ് വരുന്ന എന്താണ്? നമുക്ക് റിട്ടേൺ ഒന്നും വേണ്ട, നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതാണ്, ഇങ്ങോട്ട് കിട്ടാൻ ചെയ്യുന്നതല്ല. അതുകൊണ്ടാണ് വോയിഡ് കൊടുക്കുന്നത്. പ്രോഡക്റ്റ് delete int
ഐ ഡി വെച്ചിട്ടായിരിക്കും ഇത്, ഓരോ ഐ ഡി വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റു ഐ ഡി കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു ഇൻ്റർഫേസ് എഴുതുന്നത്. റെപ്പോസിറ്ററി തന്നെ ഇത് രണ്ടും ആഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ നാളെ ചിലപ്പോൾ നമ്മൾ SQL ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്. അതിന് പകരം ഒറാക്കിളോ മോംഗോഡിബിയോ അഷ്യൂർ SQL അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം റെപ്പോസിറ്ററി മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, നമ്മൾ കൺട്രോൾ ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇൻ്റർഫേസ് സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നത്. അടുത്തത് റെപ്പോസിറ്ററി ഫോൾഡറിനുള്ളിൽ പ്രോഡക്റ്റ് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത് ഇനി അതിൻ്റെ റെപ്പോസിറ്ററി പ്രോഡക്റ്റ് .cs ഇതിനുള്ളൊരു ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതും സെയിം നമ്മൾ എന്താണ് ഓരോന്നൊക്കെ കോൾ ചെയ്യണം. യൂസിങ് നൈക്ക് ഷൂസ് ഡോട്ട് പ്രോജക്റ്റ് നെയിം ഡോട്ട് ഡേറ്റ. ആദ്യത്തെ എന്താ ഡേറ്റ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത മോഡൽസ്. അടുത്തത് യൂസിങ് ഡേറ്റ ഫോൾഡർ വരുന്നത്. ഡേറ്റ ഫോൾഡറിൽ വരുന്നത് നമ്മുടെ DB കോണ്ടെക്സ്റ്റ് ഒക്കെ വരുന്നത്, ആപ്ലിക്കേഷൻ DB കോണ്ടെക്സ്റ്റ്. അതെല്ലാം നമ്മൾ ഡേറ്റ ഫോൾഡറിനകത്ത് യൂസ് ചെയ്തത്. അപ്പം ഇത് കോൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് യൂസിങ് നൈക്ഷസ് ഡോട്ട് API ഡോട്ട് ഇൻ്റർഫേസസ്. ഇപ്പോൾ എഴുതിയ ഇൻ്റർഫേസസ്. അടുത്തത് യൂസിങ് നൈക്ഷസ് ഡോട്ട് API പ്രോജക്റ്റ് നെയിം ഡോട്ട്. അടുത്തത് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത മോഡൽസ്. അപ്പം നമ്മൾ ഇതൊരു മോഡൽസ് ഫസ്റ്റ് ചെയ്തു, പിന്നെ ഡേറ്റ ചെയ്തു, പിന്നെ ഇൻ്റർഫേസ് ചെയ്തു. ഇനിയിപ്പോൾ റെപ്പോസിറ്ററി ചെയ്യാൻ പോകുന്നു. അപ്പം നെയിം സ്പേസ് നൈക്ഷസ് ഡോട്ട് API ഡോട്ട് റെപ്പോസിറ്ററി. ഫോൾഡറിൻ്റെ പേര് ഏതാണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്, റെപ്പോസിറ്ററി. അത് കഴിഞ്ഞിട്ട് പബ്ലിക് ക്ലാസ്. ഇതിൽ വരുന്ന ഏത് ക്ലാസ്സാണ്? പ്രോഡക്റ്റ് റെപ്പോസിറ്ററി. ഇതിനെ ഇൻഹെറിറ്റ് ചെയ്യണം. എങ്ങോട്ടേക്ക്? നമ്മൾ ഓൾറെഡി ഒരു ഇൻ്റർഫേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രോഡക്റ്റ് റെപ്പോസിറ്ററി. അപ്പോൾ അതിനെ ഇങ്ങോട്ടേക്ക് നമ്മൾ കോൾ ചെയ്യാണ്. പ്രോഡക്റ്റ് റെപ്പോസിറ്ററി ഇൻഹെറിറ്റ് ചെയ്തു. അപ്പം പബ്ലിക് ക്ലാസ് പ്രോഡക്റ്റ് റെപ്പോസിറ്ററീനെ നമ്മൾ പ്രോഡക്റ്റ് റെപ്പോസിറ്ററി ഇൻഹെറിറ്റ് ചെയ്തു. റീഡ് ഓൺലി ആപ്ലിക്കേഷൻ DB കോണ്ടെക്സ്റ്റ്. നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, കോണ്ടെക്സ്റ്റ് എന്ന്. ആപ്ലിക്കേഷൻ DB കോണ്ടെക്സ്റ്റിൻ്റെ ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എൻ്റെ കണക്ഷൻ്റെ ഡേറ്റാബേസ് നമ്മൾ ഷോർട്ടാക്കി ഒരു പേര് കൊടുത്തോന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് വേണമെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ DB കോണ്ടെക്സ്റ്റ് കോൾ ചെയ്യുന്നതിന് പകരം കോണ്ടെക്സ്റ്റ് എന്ന് കോൾ ചെയ്താൽ മതി. റീഡ് ഉള്ളി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോണ്ടെക്സ്റ്റിന് വൺസ് ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണത് റീഡ് ഓൺലി കൊടുത്തത്. അത് അപ്ഡേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം അതെന്താണ്, കോഡിനെ കുറച്ചുകൂടെ സേഫ് ആക്കും. പബ്ലിക് പ്രോഡക്റ്റ് റെപ്പോസിറ്ററി ആപ്ലിക്കേഷൻ DB കോണ്ടെക്സ്റ്റ്. ഇതിനുള്ളിൽ 2 കേർലി ബ്രാക്കറ്റിനുള്ളിൽ എന്ത് വരും? ഈ കോണ്ടെക്സ്റ്റ് സെയിം ആണെന്ന് കാണിക്കും. ഈക്വൽ ടു ഈ കോണ്ടെക്സ്റ്റ് ഈക്വൽ ആണെന്ന് കാണിക്കും. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇൻ്റർഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇൻ്റർഫേസിൽ ആദ്യം എഴുതിയ ലൈൻ ഏതാണ്? പബ്ലിക് ലിസ്റ്റ് പ്രോഡക്റ്റ് ഗെറ്റ് ഓൾ.
അപ്പോൾ ഇത് നമുക്ക് എന്താണ് കിട്ടണം അല്ലേ? കിട്ടണമെങ്കിൽ എന്ത് വേണം? റിട്ടേൺ. നമുക്കത് വേണം. റിട്ടേൺ കോണ്ടെക്സ്റ്റ് സ്മോൾ ലെറ്റർ ആണ്. റിട്ടേൺ കോണ്ടെക്സ്റ്റ് ഡോട്ട് പ്രോഡക്ട്സ് ഡോട്ട് ടു ലിസ്റ്റ്. എല്ലാം ലിസ്റ്റ് ചെയ്യണം ആണ് ടു ലിസ്റ്റ്. ഇതാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. റിട്ടേൺ കോണ്ടെക്സ്റ്റ് ഡോട്ട് പ്രോഡക്ട്സ് ഡോട്ട് ടു ലിസ്റ്റ്. പബ്ലിക് പ്രോഡക്റ്റ് ഗെറ്റ് ബൈ id int id. ഇതല്ലേ നമ്മൾ അടുത്ത കൊടുത്തത്. അപ്പം ഇതിലെങ്ങനെയായിരിക്കും നമുക്ക് റിട്ടേൺ കിട്ടേണ്ടത്? റിട്ടേൺ കോണ്ടെക്സ്റ്റ് ഡോട്ട് പ്രോഡക്ട്സ് ഡോട്ട് ഫസ്റ്റ് ഓർ ഡിഫോൾട്ട്. ഇനി ഇതിൻ്റെ കൂടെ എനിക്കവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പി ഒരു വേരിയബിൾ ക്രിയേറ്റ് ആണ്. ഇതാണ് ലിങ്ക് നമ്മൾ ഷോർട്ടാക്കി കൊടുക്കുന്നതാണ്. പി ഡോട്ട് പ്രോഡക്റ്റ് ID ഈക്വൽ ടു ID. ID എന്ന് വെച്ചാലാണ് നമ്മൾ ആദ്യം ക്ലാസ് ക്രിയേറ്റ് ചെയ്തപ്പം പ്രോഡക്റ്റ് ID കൊടുത്തിട്ടില്ലേ, ആ ID ആണ് ഇത്. ID എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ID വെച്ചിട്ട് ഏത് പ്രൊഡക്റ്റാണോ വേണ്ടത് ആ പ്രൊഡക്റ്റിൻ്റെ ID കൊടുക്കുമ്പോൾ അതായിരിക്കും നമുക്ക് കിട്ടുന്നത്. പ്രൊഡക്റ്റ് ടേബിളിൽ നിന്ന് ഫസ്റ്റ് പ്രോഡക്റ്റ് ഏതാണോ ദാറ്റ് മാച്ചസ് ദ കണ്ടീഷനെ മാച്ച് ആവുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് കിട്ടണം. അതാണ് ഫസ്റ്റ് ഓർ ഡിഫോൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൈൻഡ് ദ ഫസ്റ്റ് പ്രോഡക്റ്റ് ദാറ്റ് മാച്ചസ് ദ കണ്ടീഷൻ. ഇഫ് നത്തിങ് മാച്ചസ്, ഒന്നും മാച്ച് ചെയ്തില്ലെങ്കിൽ നൾ റിട്ടേൺ ചെയ്യണം. ഒറ്റ ടൈമിൽ ഒരു പ്രോഡക്റ്റ് എടുത്താൽ മതി. ആ പ്രോഡക്റ്റ് ഐഡിയും ഈ ID ആയിട്ട് മാച്ച് ആവണം. പബ്ലിക് വോയിഡ് ആഡ്. നമ്മൾ അടുത്ത ഇൻ്റർഫേസിൽ വന്ന അടുത്ത മെത്തേഡ് എന്ന് വെച്ചാൽ ആഡ് പ്രോഡക്റ്റ്. ആഡിൽ എന്തൊക്കെയാണ് വരുന്നത്? കോണ്ടെക്സ്റ്റ് ഡോട്ട് പ്രോഡക്ട്സ് ഡോട്ട് ആഡ് പ്രോഡക്റ്റ്. നമ്മുടെ പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പുതിയ ഒരെണ്ണം ആഡ് ചെയ്യണം. അതാണ് കോണ്ടെക്സ്റ്റ് ഡോട്ട് പ്രോഡക്ട്സ് ടേബിളിലേക്ക് ആഡ് മെത്തേഡ് പ്രോഡക്റ്റ് പുതിയൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് കോണ്ടെക്സ്റ്റ് ഡോട്ട് സേവ് ചേഞ്ചസ്. നമ്മൾ ആഡ് ചെയ്ത് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. സെയിം തന്നെയാണ് അപ്ഡേറ്റിലും വരുന്നത്. പബ്ലിക് വോയിഡ് ഡിലീറ്റ് ഇൻറ്റ് ID. നമ്മൾ ഡിലീറ്റിന് കൊടുത്തുന്നത് എന്താണ്? ഇൻറ്റ് ID ആണ്. നമ്മൾ ഇൻ്റർഫേസിലുള്ള ഈ സംഭവം തന്നെയായിട്ട് നമ്മൾ എഴുതുന്നത്. ഇതാണ് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് എഴുതുന്നത്. എന്താണ്? ഇൻറ്റ് ID ആണ്. എൻ്റെ ID എങ്ങനെ എഴുതുന്ന? var പ്രോഡക്റ്റ് ഈക്വൽ ടു കോണ്ടെക്സ്റ്റ് ഡോട്ട് പ്രോഡക്ട്സ് ഡോട്ട് ഫൈൻഡ് ID. ഒരു ID ഫൈൻഡ് ചെയ്യണം. ഫൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ ID ഇഫ് പ്രോഡക്റ്റ് നല്ലല്ലെങ്കിൽ എന്ത് ചെയ്യണം? നല്ലല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് ഡോട്ട് ഇവിടെ എന്താണ്? അപ്ഡേറ്റ് ആഡ്. അതുപോലെ റിമൂവ് എന്ത് ചെയ്യണം? ആ പ്രോഡക്റ്റിനെ നമ്മൾ റിമൂവ് ചെയ്യണം. എന്നിട്ട് അത് എന്ത് ചെയ്യണം? കോണ്ടെക്സ്റ്റ് ഡോട്ട് സേവ് ചേഞ്ചസ്. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഈ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. 4 കേളി ബ്രാക്കറ്റ് ഉണ്ട്. ഇവിടുത്തെ ആദ്യത്തെ 2 കേളി ബ്രാക്കറ്റും ഈ 2 കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം.
ഇങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. ഇതിൽ ഗെറ്റ് ഐ ഡിയും ഡിലീറ്റും മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. ബട്ട് ആഡും അപ്ഡേറ്റൊക്കെ സെയിം തന്നെയാണ്. അതിൽ മെത്തേഡ് നെയിം മാത്രമേ മാറുന്നുള്ളൂ.